അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഞാൻ അബ്ദുറഹ്മാൻ വളാഞ്ചേരി. നമ്മളിൽ പലരും പല ബിസിനസ് ചെയ്യുന്നവരും മറ്റുള്ളവരുടെ ബിസിനസ് നോക്കി കാണുന്നവരുമാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മയ്യത്തിനെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ഇവിടത്തെ ജാറപൂജകരായ ആളുകൾ. ഇന്ന് ഓരോ ബിസിനസ്സുകാരനും തന്റെ ബിസിനസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു മാർഗമാണ് യൂട്യൂബർമാരെ കൊണ്ട് വ്ളോഗ് ചെയ്യിക്കുക എന്നുള്ളത്. എന്നാൽ ഈ മയ്യത്ത് കച്ചവടം കൂടുതൽ ആളുകളിലേക്ക് അറിയപ്പെടാൻ വേണ്ടി, അവരെ ആകർഷിക്കാൻ വേണ്ടി ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബറുടെ വീഡിയോ കാണാനിടയായി. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. പച്ച പെയിന്റ് അടിക്കുന്ന സാധാരണ മക്ബറുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചുവന്ന കൊടിയും ചുവന്ന പെയിന്റും കൊണ്ട് ഒരു മക്ബറ, അതും നമ്മുടെ 6 വരിപ്പാതയുടെ തൊട്ടരികിലായിട്ട്. നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും അല്ലെങ്കിൽ സന്താന ഭാഗ്യമില്ലെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അതിന് ഫലം കിട്ടുമെന്ന്. അക്കാരണത്താൽ ജാതിയോ മതമോ നോക്കാതെ ധാരാളം വിശ്വാസികൾ ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. നോക്കൂ സഹോദരങ്ങളെ, എന്റെ വീടിന് ഏതാനും കിലോമീറ്ററുകൾക്ക് അകലെയാണ് ഈ ജാറം സ്ഥിതി ചെയ്യുന്നത്. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നു കഴിഞ്ഞാലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയോട് മാത്രമാണ്. എന്നാൽ ഈ കൂട്ടർ പ്രാർത്ഥിക്കുന്നതോ മരിച്ച് മൺമറഞ്ഞു പോയ ഖബറാളികളോടാണ്. അതാണ് ഈ യൂട്യൂബിലൂടെ അദ്ദേഹം പറയുന്നത്. എന്നാൽ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ കാര്യം, റോഡ് പണിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ മക്ബറ പൊളിക്കാൻ വേണ്ടി വന്ന ആളുകൾക്കുണ്ടായ ദുരനുഭവമാണ്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. നിങ്ങൾ വിശ്വസിച്ചാലുമില്ലെങ്കിലും റോഡിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഈ മക്ബറ പൊളിക്കാൻ വേണ്ടി വന്ന ആളുകളുടെ വാഹനം സർവേ നടത്തി തിരിച്ചു പോകുന്ന നേരം കംപ്ലൈന്റ് ആവുകയും മെക്കാനിക് ഒന്ന് നന്നാക്കിയിട്ട് പോലും അത് ശരിയാവാതിരിക്കുകയും അവസാനം ഇതേ മക്ബറയിൽ ചെന്ന് മാപ്പ് അപേക്ഷിച്ചപ്പോൾ അത് റെഡിയായെന്നും പറയപ്പെടുന്നു. എന്തായാലും നിങ്ങൾ വല്ലാത്ത കറാമത്ത് തന്നെയാണിത്. കാരണം എന്താണെന്നറിയോ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ജാറത്തിലെ നടത്തിപ്പുകാരൻ അഥവാ പൂജാരി ആ ജാറത്തിന്റെ മുമ്പിൽ വെച്ചാണ് വാഹനമിടിച്ച് മരണപ്പെട്ടത്. പിന്നീട് അദ്ദേഹത്തിന്റെ മകനായിരുന്നു ഈ ജാറത്തിലെ പൂജാരി. നമസ്കാരത്തിന്റെ സമയത്ത് പോലും പള്ളിയിലേക്ക് അദ്ദേഹം പോവില്ല. അവിടെ ആളുകൾ നേർച്ചയായി ഇടുന്ന പൈസ പെട്ടിയിലേക്ക് പെറുക്കിയിടുന്ന ജോലിയായിരുന്നു. ഈ അടുത്ത സമയത്താണ് അദ്ദേഹവും ക്യാൻസർ രോഗം ബാധിച്ച് മരണപ്പെട്ടത്. ഇത് ഞാൻ മരണപ്പെട്ടു പോയ ആളുകളെ കളിയാക്കുകയല്ല, മറിച്ച് ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തുന്ന ഈ ആത്മീയ ചൂഷകന്മാരെ തുറന്നു കാണിക്കുകയാണ്. ഈ ജാറവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊന്നും ഈ ജാറത്തിൽ കിടക്കുന്ന ആള് തുണയായിട്ടില്ല. ഇനി ഞാൻ സമസ്തക്കാരായ ജാറപൂജകരായ ആളുകളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ അനുമതി നൽകുകയാണെങ്കിൽ ഈ ജാറ കേന്ദ്രം അഥവാ ഷിർക്കിന്റെ കേന്ദ്രം ഒരു JCB കൊണ്ടുവന്ന് തകർക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ കേസ് കൊടുക്കരുത്, നിങ്ങൾ എന്നെ ആക്രമിക്കരുത്. മറിച്ച് തത്സമയം എനിക്കോ ഇതുപോലെ ജാറം പൊളിക്കാൻ ഞാൻ കൊണ്ടുവന്ന JCBക്കോ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ച് ഇതുപോലെ മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ടോ പ്രയാസങ്ങൾ മാറാതെ ആ ഖബറാളിയോട് മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത ദിവസം മുതൽ നിങ്ങളുടെ ജാറത്തിലെ പൂജാരിയായി ശമ്പളമില്ലാതെ സേവനം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്ത നമ്പറിൽ എന്നെ ബന്ധപ്പെടുക.